പൂനെ കളക്ടർ സുഹാസ് ദിവാസിനെതിരെ മാനസിക പീഡനാരോപണവുമായി IAS ട്രെയിനി പൂജ കേത്കർ. നേരത്തെ വാഷ്മിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴിയിലാണ് പൂജ സുഹാസിനെതിരെ പരാതി ഉന്നയിച്ചത്. അധികാരം ദുരുപയോഗം ചെയ്തതായി ആരോപണങ്ങൾ നേരിടുന്ന പൂജ കേത്കറെ മസൂറിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമിക് ഓഫ് അഡ്മിനിസ്ട്രേഷനിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. പൂജയുടെ പരിശീലനം നിർത്തിവച്ചിരിക്കുകയാണ്. സിവിൽ സർവീസിൽ പ്രവേശിക്കുന്നതിന് വികലാംഗ OBC സർട്ടിഫിക്കറ്റുകൾ എന്നിവയിൽ കൃത്രിമം കാണിച്ചെന്ന ആരോപണത്തെ തുടർന്ന് പൂനെയിൽ നിന്ന് വാഷ്മിലേക്ക് മാറ്റിയതിനെ തുടർന്നാണ് ഈ നടപടി. തനിക്കെതിരെ മാധ്യമ വിചാരണയാണ് നടക്കുന്നത് എന്നാണ് പൂജ ആരോപിക്കുന്നത്. തുടക്കത്തിൽ പൂനെയിൽ അസിസ്റ്റന്റ് കളക്ടറായി നിയമിക്കപ്പെട്ട അവർ ട്രെയിനി ഉദ്യോഗസ്ഥർക്ക് അർഹതയില്ലാത്ത ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ആവശ്യപ്പെട്ടെന്ന ആരോപണത്തെ തുടർന്ന് സൂപ്പർ ന്യൂമററി അസിസ്റ്റന്റ് കളക്ടറായി വാഷിമിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. തൻ്റെ സ്വകാര്യ ഓഡി കാറിൽ ചുവന്ന ബീക്കണും ഗവൺമെൻറ് ഓഫ് മഹാരാഷ്ട്ര എന്ന സ്റ്റിക്കറും ഉപയോഗിച്ചതായും പൂനെ അഡീഷണൽ കളക്ടർ അജയ് മോറെ ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസ് കൈവശപ്പെടുത്തിയതായും ആരോപിക്കപ്പെടുന്നു. പൂജ കേത്കറുടെ നിയമനം 2 ആഴ്ചക്കകം പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ആഴ്ച ഏകാംഗ സമിതിക്ക് രൂപം നൽകിയിരുന്നു. വിവരാവകാശ പ്രവർത്തകനായ വിജയ് കുമാർ പൂജയുടെ പിതാവിന് 40 കോടി രൂപയുടെ സ്വത്തുണ്ടെന്ന് അവകാശപ്പെട്ടതിനെ തുടർന്ന് OBC നോൺ ക്രീമി ലെയർ വിഭാഗത്തിന് കീഴിലുള്ള പൂജയുടെ നിയമനത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നു. പ്രതിവർഷം 8 ലക്ഷം രൂപയിൽ കൂടുതൽ കുടുംബ വരുമാനമുള്ള വ്യക്തികൾ ക്രീമി ലെയറിൽ പെടുകയും സംവരണ ആനുകൂല്യങ്ങൾക്ക് അർഹരല്ല. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.